1971 അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രത്തിലൂടെ ഒരു തോണിക്കാരനായി അഭിനയ രംഗത്തെത്തിയ മുഹമ്മദ് കുട്ടി പിന്നീട് 1979 MT വാസുദേവൻ നായരുടെ ദേവലോകം എന്ന ചിത്രത്തിലാണ് വീണ്ടും അഭിനയിക്കുന്നത്. 1981 MT IV ശശി കൂട്ടുകെട്ടിന്റെ തൃഷ്ണയാണ് നായക നടൻ എന്ന നിലയിൽ മമ്മൂട്ടിക്ക് കിട്ടിയ ഒരു ജനകീയ ചിത്രം. പിന്നീട് അങ്ങോട്ട് മമ്മൂട്ടി എന്ന നടന്റെ ജൈത്രയാത്രയായിരുന്നു. 80 കാലഘട്ടത്തിൽ ഒരു വർഷം 30-ലധികം ചിത്രങ്ങളിൽ ഈ നടൻ അഭിനയിച്ച ചരിത്രമുണ്ട്. ഹിറ്റ് മേക്കറായ IV ശശിയുടെ ആസ്ഥാന നായകനായിരുന്നു മമ്മൂട്ടി. ജോഷി സാജൻ കൂട്ടുകെട്ടിലേക്ക് വന്നപ്പോഴേക്കും 80-90 കാലഘട്ടത്തിലെ പൈങ്കിളി നായകൻ കൂടിയായി മാറി മമ്മൂട്ടി. കുടുംബ പ്രേക്ഷകർക്കിടയിൽ ബേബി ശാലിനി തരംഗം ഒരു ഹിറ്റ് ഫോർമുലയായി മാറിയപ്പോൾ കുട്ടി പെട്ടി മമ്മൂട്ടി എന്ന പ്രയോഗത്തോടെ പലരും വിമർശിച്ചു. സന്ദർഭം, ചക്കരയുമ്മ എന്നിങ്ങനെ ചുരുക്കം ചില ചിത്രങ്ങൾ ഹിറ്റടിച്ചെങ്കിലും തുടർച്ചയായി ആ ട്രെൻഡിൽ ഇറങ്ങിയ പല ചിത്രങ്ങളും ആവർത്തന വിരസത കൊണ്ട് പ്രേക്ഷകരെ ശ്വാസം മുട്ടിച്ചു. 1985 ശേഷം ഈ നടന് കഷ്ടകാലം ആരംഭിച്ചു. പതിവ് പോലെ തിയേറ്ററിലെത്തിയ 34 ചിത്രങ്ങളിൽ നിറക്കൂട്ട്, യാത്ര, ശ്യാമ, വാർത്ത, സ്നേഹമുള്ള സിംഹം എന്നിങ്ങനെ 5ഓളം ചിത്രങ്ങൾ മാത്രമേ രക്ഷപ്പെട്ടുള്ളൂ. 1986 39 ചിത്രങ്ങൾ റിലീസ് ചെയ്തെങ്കിൽ കൊച്ചിൻ ഹനീഫ സംവിധാനം ചെയ്ത 3 മാസങ്ങൾക്ക് മുമ്പ് ഫാസിലിന്റെ പൂവിന് പുതിയ പൂന്തന്നൽ, IV ശശിയുടെ ആവനാഴി എന്നിങ്ങനെ 3 ചിത്രങ്ങൾ മാത്രമേ വിജയിച്ചുള്ളൂ. ഒന്നിനു പുറകെ ഒന്നായി പരാജയങ്ങളുടെ നീണ്ട നിര തന്നെ ആയപ്പോൾ മമ്മൂട്ടി യുഗം അവസാനിച്ചെന്ന് പത്രമാധ്യമങ്ങൾ വിധിയെഴുതി. അന്നത്തെ ഹിറ്റ് ജോഡികളായിരുന്നു സത്യൻ അന്തിക്കാടും ശ്രീനിവാസനും. തൊട്ടതെല്ലാം പൊന്നാക്കുന്ന കാലഘട്ടം. ഫ്ലോപ്പുകളിൽ കുതികുത്തി താഴുന്ന മമ്മൂട്ടിയെ രക്ഷപ്പെടുത്താനെന്നോണം ഇരുവരും ചേർന്ന് ശ്രീധരന്റെ 1-ാം തിരുമുറിവ് എന്നൊരു ചിത്രം പ്ലാൻ ചെയ്തു. ഹ്യൂമറിന്റെ പശ്ചാത്തലമുള്ള പ്രസ്തുത ചിത്രത്തിൽ എല്ലാവരും പ്രതീക്ഷ പുലർത്തിയെങ്കിലും അതും തദൈവ എന്നതായിരുന്നു അവസ്ഥ. താൻ നിർമ്മാതാക്കൾക്ക് ഒരു സാമ്പത്തിക നഷ്ടമായി മാറിയപ്പോൾ അഭിനയ ജീവിതം മതിയാക്കാനും കുടുംബസമേതം ഗൾഫ് മേഖലയിലേക്ക് താമസം മാറാനും വരെ മമ്മൂട്ടി ചിന്തിച്ചു തുടങ്ങി. വിജയത്തിൽ തലയിൽ വെച്ച് തുള്ളിയവർ വീഴ്ചയിൽ തറയിലിട്ട് ചവിട്ടുന്ന അവസ്ഥ സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. ദൈവാധീനം എന്ന കണക്കെ ആരും പ്രതീക്ഷിക്കാത്ത ഒരു ട്വിസ്റ്റായിരുന്നു 1987 തുടക്കത്തിൽ മമ്മൂട്ടിയുടെ കരിയറിൽ സംഭവിച്ചത്. ഡെന്നിസ് ജോസഫ് എഴുതി ജോഷി സംവിധാനം ചെയ്ത ന്യൂഡൽഹി എന്ന ചിത്രം സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായി. തൊട്ടുപുറകെ ലോഹിത് ദാസിന്റെ രചനയിൽ സിബി മലയിൽ സംവിധാനം ചെയ്ത തനിയാവർത്തനവും വമ്പൻ ഹിറ്റായി മാറി. വ്യത്യസ്ത തലങ്ങളിൽ പ്രേക്ഷക ഹൃദയങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങിയ 2 കഥാപാത്രങ്ങൾ. വിമർശിച്ചവർക്ക് പോലും മമ്മൂട്ടി എന്ന നടനെ വാഴ്ത്തി പറയേണ്ടതായി വന്നു.